ഈ വീഡിയോയിൽ മാക്സിമം മോഡ് പിന്നുകൾ മാത്രമാണ് ഡിസ്കസ് ചെയ്യുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എല്ലാ പിന്നുകളും പറഞ്ഞിട്ടുണ്ടായിരുന്നു. മിനിമം മോഡിലുള്ളതും നോർമലി രണ്ടുപേർക്കും ഉള്ള കോമൺ ആയിട്ടുള്ള പിന്നുകളെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. H0H6 ഒരു 40 പിന്നുള്ളതാണ്. അതിനകത്ത് 8 പിന്നുകൾ മിനിമം മോഡിലും 8 എണ്ണം മാക്സിമം മോഡിലും മാത്രമേ വർക്ക് ചെയ്യത്തുള്ളൂ. മാക്സിമം മോഡ് എന്ന് പറഞ്ഞാൽ മൾട്ടി പ്രോസസ്സർ മോഡാണ്. നമുക്കിനി അത് 1 by 1 ആയിട്ട് അഡ്രസ്സ് ചെയ്യാം. ഒന്നാമത്തെ പിന്ന് റിക്വസ്റ്റ് ഓർ ഗ്രാൻഡ് പിന്ന് നമുക്ക് നോക്കാം. 30 31 ആണ്. അപ്പോൾ അതിനകത്ത് റിക്വസ്റ്റ് ഓർ ഗ്രാൻഡ് പിന്ന് എന്തിനാണെന്ന് വെച്ചാൽ ഈ അതർ ഡിവൈസസ് ഉണ്ടല്ലോ, അവർക്ക് നമ്മുടെ സിസ്റ്റത്തിൻ്റെ ബസ് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് റിക്വസ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ പിന്നുകൾ, റിക്വസ്റ്റ് ഓർ ഗ്രാൻഡ് പിന്നുകൾ. അപ്പോൾ റിക്വസ്റ്റ് കൊടുക്കുന്നത് RQവും തിരിച്ച് അത് അക്നോളജ്മെൻറ്റ് ഗ്രാൻഡ് ചെയ്യണ്ടേ മൈക്രോ പ്രോസസ്സർ, അതിന് വേണ്ടിയിട്ട് ഗ്രാൻഡ് പിന്ന്. അപ്പോൾ റിക്വസ്റ്റ് അല്ലെങ്കിൽ ഗ്രാൻഡ് പിന്നാണ് നമ്മൾ കാണുന്നത്. അതിനകത്ത് റിക്വസ്റ്റ് പിന്നിനകത്ത് റിക്വസ്റ്റ് 0യ്ക്കായിരിക്കും ഹയർ പ്രയോറിറ്റി ദാൻ റിക്വസ്റ്റ് 1ന്. ഓക്കെ, അപ്പോൾ ഇതെന്തിനു വേണ്ടിയിട്ടാണെന്ന് മനസ്സിലായല്ലോ, ബസ് ആക്സസിന് വേണ്ടിയിട്ടാണ്. അത് 2 പിന്നുകൾ. ഈ ലോക്ക് എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ ലോക്ക് പിന്നെ ഒരു ഔട്ട്പുട്ട് പിന്നാണ്. എന്തിനാണെന്ന് വെച്ചാൽ ബാക്കിയുള്ള ബസ് മാസ്റ്റേഴ്സ് നമ്മുടെ മൈക്രോ പ്രോസസ്സർ ഒരു ഇമ്പോർട്ടൻ്റ് ഓപ്പറേഷൻ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ബാക്കിയുള്ള ആരും അതിനെ ബസ്സിനെ എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ലോക്ക് പിന്ന് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സപ്പോസ് വെൻ എ CPU ഈസ് എക്സിക്യൂട്ടിംഗ് എ ക്രിട്ടിക്കൽ ഇൻസ്ട്രക്ഷൻ വിച്ച് റിക്വേഴ്സ് ദ സിസ്റ്റം ബസ്, ദെൻ എന്ത് ചെയ്യും, ലോക്ക് എന്താക്കി വെക്കും, 0 ആക്കി വെക്കും. അപ്പം ബാക്കിയുള്ള പ്രോസസ്സേഴ്സിന് മനസ്സിലാവും ഇനി ബസ് ഇപ്പോൾ റിക്വസ്റ്റ് ചെയ്താൽ കിട്ടത്തില്ല, ഇത് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ എക്സ്റ്റേണൽ ബസ് കൺട്രോളറിലോട്ട് ലോക്ക് റിക്വസ്റ്റ് വന്നാൽ കൊടുക്കത്തുള്ളൂ. അപ്പോൾ അത് ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ലോക്ക് പിന്ന്. ഇനി നമുക്ക് അടുത്ത 3 പിന്നുകളെന്ന് പറയുന്നത് S2 S1 S0 പിന്ന്. അതൊരു സ്റ്റാറ്റസ് ലൈൻ പിന്നാണ്. അതെന്തിനാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോസസ്സർ ഇപ്പോൾ ഏത് ടൈപ്പ് ഓഫ് ഓപ്പറേഷനാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യാൻ. ദ ടൈപ്പ് ഓഫ് ഓപ്പറേഷൻ വിച്ച് ഈസ് ക്യാരീഡ് ഔട്ട് ബൈ ദ പ്രോസസ്സർ എന്ന് വെച്ചാൽ ഇപ്പം ഇൻപുട്ട് ഔട്ട്പുട്ട് പോർട്ടിൽ നിന്ന് ഡാറ്റ റീഡ് ചെയ്യുകയാണോ, അതോ റൈറ്റ് ചെയ്യുകയാണോ, മെമ്മറിയിൽ നിന്ന് റീഡ് ചെയ്യുകയാണോ, മെമ്മറിയിൽ നിന്ന് റൈറ്റ് ചെയ്യുവാണോ, അതോ ഇൻട്രപ്റ്റ് അക്നോളജ്മെൻറ്റ് ചെയ്യുവാണോ, അതോ ഹോൾട്ട് സ്റ്റേറ്റിലാണോ, അതോ പാസീവ് ആണോ. അപ്പോൾ ഇങ്ങനെയുള്ള ഇൻഫർമേഷൻസ് ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് S2 S1 S0 എന്ന് പറയുന്ന സ്റ്റാറ്റസ് പിൻ. അപ്പോൾ ഇതിൻ്റെ വാല്യൂവിനെ ബേസ് ചെയ്തിട്ട്, ഫോർ എക്സാമ്പിൾ ഇതിൻ്റെ വാല്യൂ 001 ആണെങ്കിൽ അത് ഇൻപുട്ട് ഔട്ട്പുട്ട് പോർട്ട് റീഡ് ചെയ്തുകൊണ്ടിരിക്കുക, 010 ആണെങ്കിൽ റൈറ്റ് ഇൻപുട്ട് ഔട്ട്പുട്ട് പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുക, അങ്ങനെ ഓരോന്നും. 101 ആണെങ്കിൽ റീഡ് മെമ്മറി, 110 ആണെങ്കിൽ റൈറ്റ് മെമ്മറി. അപ്പോൾ ഇങ്ങനെയുള്ള ഓരോ ഓപ്പറേഷൻസിനെയും ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റാറ്റസ് ലൈൻ പിന്നാണ് അതെന്ന് പറയുന്നത്. ഇനി നമുക്ക് QS0 QS1, അത് ക്യൂ സ്റ്റാറ്റസ് ആണ്. നമുക്കറിയാം 8086 എന്ന് പറയുന്നത് ഒരു 6 ബൈറ്റ് ഇൻസ്ട്രക്ഷൻ ക്യൂ ഉണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. അപ്പോൾ ആ ക്യൂവിൻ്റെ സ്റ്റാറ്റസ് ക്യൂ empty ആണോ, അതോ ക്യൂവിൽ നിന്ന് 1 ബൈറ്റ് റീഡ് ചെയ്തിട്ടുള്ളോ, അതോ ഫസ്റ്റ് ബൈറ്റ് ഓഫ് ഓപ്കോഡ് മാത്രമേ റീഡ് ചെയ്തിട്ടുള്ളൂ, അതോ സബ്സിക്വൻറ്റ് ബൈറ്റ് റീഡ് ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇപ്പോൾ ഏതെങ്കിലും ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്നോ. അപ്പോൾ അത് ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്യൂ സ്റ്റാറ്റസ് ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് QS0 QS1. സോ ടോട്ടൽ 8 പിന്നുകൾ മാക്സിമം മോഡിൽ, 2 റിക്വസ്റ്റ് ആൻഡ് ഗ്രാൻഡ് പിന്ന്, 2 ക്യൂ സ്റ്റാറ്റസ് പിന്ന്, 3 സിംപ്ലി സ്റ്റാറ്റസ് പിന്നെ ഒരു ലോക്ക് പിന്ന് എന്തിനാണെന്ന് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. സോ ഇത്രയുമാണ് മാക്സിമം മോഡ് പിന്ന്. ബാക്കിയുള്ള പിന്നുകളെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഓക്കെ, താങ്ക് യു.